ഞാൻ ഡോക്ടർ ജെയിംസ് സെബാസ്റ്റ്യൻ, സീനിയർ ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്, കൊച്ചിൻ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എപ്പിലെപ്സിയാണ്. എപ്പിലെപ്സി മീൻസ് എ nerve cell activity in the brain is disturbed. That results in epilepsy. ബ്രെയിനകത്തെ ഒരു നെർവ് സെല്ലിൻ്റെ ആക്ടിവിറ്റി ഡിസ്റ്റർബ് ചെയ്തു പോകുന്നതാണ് എപ്പിലെപ്സി. എപ്പിലെപ്സിയുടെ കോസസ് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ജെനറ്റിക്, ജന്മനാലെ ഉണ്ടാകുന്നതും, അല്ലെ ഇറ്റ് ക്യാൻ ബി എക്വയർഡ് ഇൻ ദ സെൻസ്, എക്വയർഡ് നമുക്ക് ഭാവിയിൽ കിട്ടുന്നതാണ്. അതായത് നമുക്കൊരു ആഫ്റ്റർ എ ഫോൾ, ഇഫ് യു കോസ് എ ഹെഡ് ഇഞ്ചുറി, ദറ്റ് കോസ് എ സ്കാറിങ് ഇൻ ദ ബ്രെയിൻ. ഓർ എ സെർബ്രോവാസ്കുലർ ആക്സിഡൻറ്റ്, നമ്മൾ പ്രായമാകുമ്പം നമുക്കുണ്ടാകുന്ന സ്ട്രോക്കോ, ഒരു ത്രോംബോട്ടിക് ആകാം, അല്ലെങ്കിൽ ഒരു വാസ്കുലർ എപ്പിസോഡാകാം. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രെയിനൊരു സ്കാർ ഉണ്ടാകാം. ഓർ എ ബ്രെയിൻ ട്യൂമർ, ഓർ എ ബ്രെയിൻ സിസ്റ്റ്, ഓർ എ ബ്രെയിൻ ആപ്സിസ്, ഇതൊക്കെ ബ്രെയിനെ കംപ്രസ് ചെയ്തിട്ടുണ്ടാകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ടു കോൾ എപ്പിലെപ്സി യു ഷുഡ് ഹാവ് ഒരു 2-3 എപ്പിസോഡ് ഉണ്ടാകണം വിതൗട്ട് എനി പ്രൊവോക്കേറ്റിംഗ് സ്റ്റിമുലസ്. അതായത് ഇതുണ്ടാകാനുള്ള സ്റ്റിമുലസ് ഒന്നും ഇല്ലാതെ 2-3 പ്രാവശ്യം ഉണ്ടാകുന്ന ആൾക്കാരെ എപ്പിലെപ്സി എന്ന് വിളിക്കാറുള്ളൂ. ഇറ്റ് ക്യാൻ എഫക്റ്റ് എനി ഏജസ്, ഏത് പ്രായക്കാർക്കും വരാം, ഏത് സെക്സുകാർക്കും വരാം, ഏത് റേസുകാർക്കും വരാം. ഇറ്റ് ക്യാൻ ക്യാച്ച് എനിബഡി. പല ആൾക്കാർക്കും പല രീതിയിലാണ് വരുന്നത്. പക്ഷേ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എപ്പിലെപ്സി എപ്പോഴും എപ്പിസോഡ് ടു എപ്പിസോഡ് ഒരുപോലെ ഇരിക്കും. ചിലർക്ക് ഒരു സ്റ്റെയറിങ് സ്പെൽ, അത് തുറിച്ചുനോട്ടം മാത്രമേ കാണുകയുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് ലോസ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാവും. ചിലർക്ക് ജെർക്കി മൂവ്മെൻറ്റ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഉണ്ടാവും. ഇങ്ങനെ പലർക്കും പല രീതിയിലാണ്. എപ്പിലെപ്സിയുടെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. ആദ്യം ഒരു കൺഫ്യൂഷനായിരിക്കും. ഈ കൺഫ്യൂഷൻ കഴിഞ്ഞിട്ടൊരു സ്റ്റെയർ സ്പെൽ, അതായത് ഒരു തുറിച്ചു നോട്ടം. അത് കഴിഞ്ഞ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ലിംസ്, അൺകൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. അതുപോലെ തന്നെ ടങ് ബൈറ്റ്, പാസേജ് ഓഫ് യൂറിൻ ഓർ സ്റ്റൂൾ, ഇൻവോളണ്ടറി പാസേജ് ഓഫ് യൂറിൻ ഓർ സ്റ്റൂൾ, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, ലോസ് ഓഫ് ബ്രീതിങ്. ഇനി എപ്പിലെപ്സിയുടെ കോംപ്ലിക്കേഷനായിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ പെട്ടെന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് നമ്മുടെ അവെയർനെസ് പോവുകയും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി പെട്ടെന്ന് വീണ് പോയാൽ കയ്യോ കാലോ ഒടിയുക, ബ്രെയിന് ഇടിച്ചിട്ട് ബ്രെയിന് ട്രോമ ഉണ്ടാകുക, ഈ വക കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. വെൻ ദേ ആർ ഇൻവോൾവ് ഇൻ ബിഗ് ടൈം ജോലികൾ, അതായത് ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ഓർ വെൻ ഓപ്പറേറ്റിംഗ് ഹെവി മെഷീൻസ്, വെൻ ദേ ലോസ് ദ ഫീൽ ഓഫ് ദ സറൗണ്ടിങ്, ഒരു അൺകോൺഷ്യസ്നോ അല്ലെങ്കിൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ വരുമ്പോൾ പെട്ടെന്ന് അപകടങ്ങൾ സംഭവിക്കാം. ഈ അടുത്തൊരു കോംപ്ലിക്കേഷനാണ് പ്രഗ്നൻസിയുള്ളൊരു മദറിനും കുഞ്ഞിനും ഒരേപോലെ അപായം സംഭവിക്കുക എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസരത്തിൽ. അതുപോലെ തന്നെ ഈ എപ്പിലെപ്സിയുടെ ഡ്രഗ്സും പിന്നീട് കാലത്തും ഈ കുഞ്ഞിന് വളരെയധികം മാൽ ഡിഫോമിറ്റീസൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഏതൊരു എപ്പിലെപ്റ്റിക് ലേഡിയാണേലും പ്രഗ്നൻ്റ് ആകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ always discuss with your doctor and plan out for your pregnancy. Definitely the doctor can help to a good extent by selecting the proper drugs and by proper counselation. അതുപോലെ തന്നെ വേറൊരു കോംപ്ലിക്കേഷനാണ് ഒത്തിരി സൈക്കോസിസ്, ബിഹേവിയർ അബ്നോർമാലിറ്റി, ആങ്സൈറ്റി, ഫിയർ, ഡിപ്രഷൻ. ഇതൊക്കെ എപ്പിലെപ്സി പേഷ്യൻസ് ധാരാളമായിട്ടുണ്ടാവും. പിന്നീട് വേറൊരു കോംപ്ലിക്കേഷനാണ് എപ്പിലെപ്സിക്ക് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. അതായത് എപ്പിലെപ്സി കണ്ടിന്യൂസ്ലി ഫോർ മോർ ദൻ 5 minutes. ഈവൻ ഇഫ് ഇറ്റ് സ്റ്റോപ്സ് ബിഫോർ യു റീഗെയിനിങ് കോൺഷ്യസ്നസ് ആൻഡ് നമ്മളെ ബോധം കിട്ടുന്നതിന് മുമ്പും നമ്മുടെ ശ്വാസോച്ഛ്വാസം തീർത്തും എടുക്കുന്നതിന് മുമ്പും വീണ്ടും അടുത്തത് വരിക. അങ്ങനെ റിപ്പീറ്റഡ് എപ്പിലെപ്സിയാണ് ഇറ്റ്സ് കോൾഡ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സ്. ഇത് എപ്പിലെപ്സിയുടെ ഒരു കോംപ്ലിക്കേഷനാണ്. ഇത് സാധാരണ കൂടുതൽ കണ്ടുവരുന്നത് ജനറലൈസ് ടോണിക് കൺവൾഷനുള്ള എപ്പിലെപ്സിക്കാണ്. ഈ മാതിരി എപ്പിലെപ്സി ക്യാൻ കോസ് പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ്. എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ മെഡിക്കലി മാനേജ്മെൻറ്റാണ് കൂടുതലുള്ളത്. മെഡിസിൻ കൊണ്ട് തന്നെ എപ്പിലെപ്സി നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ ഒരു മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യും. ആ ഒരു മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ 1-2 മരുന്ന് വേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ഇൻറ്റൻസിറ്റിയും
അതിൻ്റെ ഫ്രീക്വൻസിയും തവണകളും അതിൻ്റെ ശക്തിയും നല്ലപോലെ കുറയ്ക്കാൻ സാധിക്കും. എന്നിട്ടും മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സർജിക്കൽ ഇൻ്റർവെൻഷൻ ഇസ് നെക്സ്റ്റ് ഓപ്ഷൻ. അത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഈ എപ്പിലെപ്റ്റിക് ഫോക്കസ് ചെയ്യുന്ന ഏരിയയിൽ, പ്രത്യേകിച്ച് അത് വൈറ്റൽ ഓർഗൻസ് ഒന്നും അല്ല, ആ ഏരിയയിലൊന്നും അല്ലെങ്കിൽ ദ സർജൻ ക്യാൻ ഹെൽപ്പ് യു വിത്ത് വെരി ഫൈൻ മൈന്യൂട്ട് സർജറീസ്. ആ പർട്ടിക്കുലർ സെൽ ഗ്രൂപ്പിനെ മാത്രം അങ്ങനെ ഡാമ്പൻ ചെയ്യുകയോ അത് ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്ത ശേഷം എപ്പിലെപ്സി ഗെറ്റ്സ് മച്ച് ബെറ്റർ കൺട്രോൾഡ്. ഇതുകൊണ്ട് കൺട്രോൾഡ് ആകുന്നില്ല എങ്കിൽ, സർജിക്കൽ ലെവൽ കൺട്രോൾഡ് ആകുന്നതിൽ ദർ ആർ അതർ മെത്തേഡ്സ് ഓൾസോ. പക്ഷേ സാധാരണഗതിയിൽ സർജറി കൊണ്ട് ഓൾസോ റിസൾട്ട്സ് ആർ വെരി ഗുഡ് ഇൻ ഗുഡ് ന്യൂറോ സെൻറ്റേഴ്സ്. നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട്, കീറ്റോ ഡയറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആൾക്കാർക്ക്. അതായത് ഈ ഡയറ്റ് കൊണ്ട് നമ്മൾ സാധാരണ സ്ലിമ്മിങ് ഡയറ്റോ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയൊരു ഡയറ്റാണ്. ഇത് വളരെ പോപ്പുലറാണ് ഇന്നത്തെ കാലത്ത്. ഹൈ പ്രോട്ടീൻ ആൻഡ് ലെസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഈ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഹാസ് ബീൻ ഫൗണ്ട് വെരി എഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് സർട്ടൻ ടൈപ്പ് ഓഫ് എപ്പിലെപ്സി. സോ ഇഫ് യു ഹാവ് എപ്പിലെപ്സി, ദ കൺക്ലൂഷൻ ഇസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പിലെപ്സി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പേടിക്കുകയോ ഒന്നും വേണ്ട. ഗോ ടു എ ഗുഡ് ന്യൂറോ സെൻറ്റർ, ദേ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ചില കാര്യങ്ങൾ എപ്പിലെപ്സിക്കാർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഒന്നുകൂടെ തിരിച്ചാലോചിക്കുകയാണെങ്കിൽ പ്രഗ്നൻസി, പിന്നെ സ്വിമ്മിങ്, ഡ്രൈവിങ് ഹെവി വെഹിക്കിൾസ് ഓർ ഹെവി എക്യുപ്മെൻറ്റ്സ്, പിന്നെ ബി വെരി കോഷ്യസ്. ഓൾസോ കീപ്പ് എ നോട്ട് ഇൻ യുവർ പോക്കറ്റ് that you are epileptic while you are traveling alone and all. ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടാകുകയാണെങ്കിൽ. പിന്നെ ആസ് ഐ ഓൾവേസ് സെഡ്, മിസ്യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. an epileptic patient do have a tendency of, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം, സോ ദേ ഹാവ് എ എലമെൻറ്റ് ഓഫ് ഡിപ്രഷൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ചുമ്മാ അമിതമായി മദ്യപിക്കുകയും അമിതമായി ഡ്രഗ് യൂസൊക്കെ ചെയ്യും. അതൊക്കെ ഇതിനെ പ്രൊവോക്ക് ചെയ്യും. സോ ട്രൈ ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്, ആൻഡ് എപ്പിലെപ്സി ക്യാൻ ഹാവ് എ ഹാപ്പി ലിവിങ്. താങ്ക് യു.